ഇന്ന് നമുക്കൊരു അടിപൊളി സംഭവം ചെയ്താലോ? എന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ പറയാം. ഫേർട്ടൽ ഹൗസ്. ചുമ്മാ പിൻട്രസ്റ്റിൽ തപ്പിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു സംഭവം കണ്ണിപ്പെട്ടത്. കണ്ടപ്പോഴേ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയത്തില്ല, ഞാൻ 2 ദിവസം എടുത്തിട്ട് ഇത് ചെയ്തു തീർത്തത്. ഇതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അത്യാവശ്യം നല്ല പെർഫെക്ഷനോടെ ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ടൈം എടുത്തിട്ടാണ് ചെയ്തത്. 2 ദിവസം മെനക്കെട്ടാ എന്താ, ഒരു അടിപൊളി ഫേവറേറ്റ് ഹൗസ് കിട്ടിയില്ലേ? അപ്പൊ ഇതിന് നമുക്ക് ആദ്യം തന്നെ ഒരു വീടാ ചെയ്തെടുക്കേണ്ടത്. വീട് ചെയ്തെടുക്കേണ്ട രീതിയൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എല്ലാം ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല ബലമായിട്ട് നിന്നോളും, പറഞ്ഞു വരത്തില്ല. പിന്നെ എല്ലാം പെയിന്റ് അടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് പിൻട്രസ്റ്റ് ഡൗൺലോഡ് ആക്കി പ്രിന്റ് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഞാനിത് പ്രിന്റ് എടുത്തിട്ട് ഒട്ടിക്കുകയായിരുന്നു ചെയ്തത്. വീടിന്റെ മുകൾ വശത്ത് കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ ഒരേ അളവിന് കാർഡ്ബോർഡ് പീസ് സർക്കിളിൽ വെട്ടിയെടുക്കും വേണേ. പിന്നെ നമ്മൾ ആദ്യം ചെയ്തു വെച്ച പേപ്പർ സ്ട്രോ ഇല്ലേ, അത് 4 വശത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നടുക്ക് വീടും വെച്ചു കൊടുക്കണം. അതിന്റെ മുകളിൽ രണ്ടാമത് വെട്ടിയെടുത്ത് സർക്കിള് വെച്ചു കൊടുക്കണം. ഇതെല്ലാം ഗ്ലൂ ഗൺ കൊണ്ട് തന്നെ ഒട്ടിച്ചത്, ഫെവിക്കോൾ ആയാലും മതി. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം പഞ്ഞിയില്ലേ, പഞ്ഞി. അത് തന്നെ. നമ്മൾ വെച്ച സർക്കിൾ ഒട്ടും കാണാത്ത രീതിയിൽ ആ പഞ്ഞിയെല്ലാം ചുറ്റിനൊന്ന് വെച്ചു കൊടുക്കണം. താഴെ മാത്രം പോരാ, മുകളിലും വേണം. ഏണിയും വെച്ചു കൊടുക്കണം. പിന്നെ മെയിൻ ഐറ്റം നമ്മുടെ ഈ ലൈറ്റ്, അത് ചുറ്റിനും വെച്ചു കൊടുത്തിട്ട് നമ്മുടെ റൂമിലെ ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ടൊന്ന് കത്തിച്ച് നോക്കിയത്. വാവ്, എന്ത് ഭംഗിയാ കാണാൻ. എന്റെ പൊന്നടാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഭംഗി കാണണമെങ്കിലോ നേരിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കണം. ക്യാമറയിൽ അത്യാവശ്യമൊക്കെ കിട്ടുന്നുണ്ട്, പറ്റുന്ന പോലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഭംഗി കാണണമെങ്കിൽ നേരിട്ട് തന്നെ കാണും. എന്താ രസം എന്നറിയാവോ? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. മോശമാണെന്ന് ഒരിക്കലും പറയത്തില്ല, അത്രയ്ക്ക് അടിപൊളി ഇത് കാണാനായിട്ട്. ശരിക്കും ഇതിന്റെ ഭംഗി കാണണമെങ്കിലുണ്ടല്ലോ, റൂമിലെ ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ട് ഒട്ടും വെളിച്ചമില്ലാതെ ഇത് മാത്രം ഒന്ന് കത്തിച്ച് നോക്കണം. എൻ്റെ പൊന്നോ, എന്ത് രസം അറിയുമോ കാണാൻ. ഇത് ആ റൂമിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറങ്ങുന്ന കാണാൻ എന്താ രസം. വലിയ പാടൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം കുറച്ച് മെനക്കെട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സംഭവം നമുക്ക് കിട്ടും. എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സംഭവമാണ്. കാര്യമായിട്ട് പറയുന്നതാണോ, തമാശ പറയുന്നതല്ല. ക്രിസ്മസിന് പറ്റിയൊരു സംഭവം തന്നെയാണ് ഇത്. നമുക്കും ഷൈൻ ചെയ്യാന്നേ വീട്ടുകാരുടെ മുമ്പിലൊക്കെ നമ്മളും ഫെയർടെൽ ഹൗസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.